ഇന്ന് ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്ക ഇറാൻ ചർച്ച നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു, ഇറാൻ തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചെടുക്കുകയും അത് തകർക്കുകയും ചെയ്തതായിട്ടാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇറാൻ പറയുന്നത് വെടിനിർത്തൽ കരാർ അമേരിക്ക ലംഘിച്ചിരിക്കുന്നു, കടൽക്കൊള്ളക്കാരെ പോലെ ഞങ്ങളോട് പെരുമാറിയിരിക്കുന്നു, ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തി എന്ന് ഇറാൻ സൈന്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി വെടിനിർത്തൽ എന്ന് പറയുന്നത് 22-ാം തീയതി വരെ ആയിരുന്നു താൽക്കാലിക വെടിനിർത്തൽ. ആ വെടിനിർത്തൽ ഏതായാലും തകർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്ക ആകട്ടെ സർവ്വവും നശിപ്പിക്കും, നിങ്ങളുടെ പാലങ്ങളും ഊർജ്ജ സ്രോതസ്സുകളും അടക്കം ഞങ്ങൾ നശിപ്പിക്കും, കാരണം ഇനി ഇത് വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല, 47 വർഷമായിട്ട് അമേരിക്കൻ ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയാതിരുന്നത് താൻ ചെയ്യും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ ഈ ഹോർമുസ് കടലെടുക്കും മറ്റും അടച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ പോലും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, ഇറാനിലെ ഭരണകൂടവും സൈന്യവും രണ്ട് വഴിക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്. ഈ സൈന്യത്തിനകത്ത് തന്നെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് ചില നീക്കങ്ങൾ നടത്തുന്നതെന്ന് പുറത്തു വരുന്ന വിവരങ്ങളുണ്ട്. ഏതായാലും ചർച്ചയില്ല, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ന്യൂസ് ഡെസ്ക് മലയാളം.